ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ പാക്കറ്റ് പാലും ഒരു കപ്പ് ചെറുപയറൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ്. അപ്പോൾ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ട് ടൈം കളയേ വേണ്ട, ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെത് 250 ml ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പായസം കുക്കറിൽ കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 3 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒരു കപ്പ് ചെറുപയറല്ലേ എടുത്തത്, അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പച്ചവെള്ളം. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആ ഒരു ചെറുപയറിൽ ചെറുതായിട്ടൊരു ഉപ്പ് രസം പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ആ ഒരു കുളുക്കുന്ന ടേസ്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 വിസിൽ മതി കേട്ടോ. അപ്പോഴത്തേക്കന്നെ ചെറുപയർ വെന്ത് വന്നോളും. അതുപോലെ തന്നെ നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഓൾറെഡി കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യുക കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 2 വിസിലൊക്കെ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ അയക്കാനും ഉടഞ്ഞു പോവും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വേവട്ടെ. അപ്പോൾ അതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലമില്ലേ, ശർക്കര, അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഓൾറെഡി പൊടിച്ചിട്ടുള്ള ശർക്കര ഉണ്ടേനു കേട്ടോ. അതുകൊണ്ട് ഞാൻ 250 ഗ്രാം കാക്കിലോന് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പ് 250 ml ഒരു കപ്പിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ പൊടിച്ച ശർക്കരയായിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തൂടെ മെൽറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഒന്നാമതെന്ന് വെച്ചാൽ അതിൽ നമ്മൾക്ക് എന്തെങ്കിലും പൊടിയോ എന്തോ കല്ലോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കുന്നതല്ലേ കൂടുതൽ സേഫ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായാലും പൊടിച്ച ശർക്കര ഉണ്ടാവണം എന്നില്ല. ഡയറക്റ്റ് ആ ഒരു മുഴുവനായിട്ടുള്ള ശർക്കര ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 ആണി, ഏകദേശം ഒരു 300-350 ഗ്രാമോളം ശർക്കര എടുക്കണേ, മുഴുവനായിട്ടുള്ളതാണെങ്കിൽ. ഇതിപ്പോൾ പൊടിച്ചതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 250 എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മധുരം നോക്കുക, കാരണം ഓരോ ശർക്കരയ്ക്കും ഓരോരോ മധുരങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്ന് മൊത്തത്തിലൊന്ന് മെൽറ്റായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുക്കർ പ്രഷറൊക്കെ ഫുള്ള് പോയതിന് ശേഷമാണ് തുറക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഇളക്കിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ചെറുപയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുപയറിനെ ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ കുത്തി ഉടക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടക്കുക. അതെന്തിനാ അങ്ങനെ ഉടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം റെഡിയായിട്ട് നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന സമയത്ത് പൊതുവെ ചിലവരൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് ചെറുപയർ പായസം ഉണ്ടാക്കിയതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നുള്ളത്. ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. ഓവർ അങ്ങനെ ഭയങ്കരമായിട്ട് കുത്തണ്ട, ചെറുതായിട്ടൊന്ന് കുത്തി ഉടക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഉടച്ചൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെല്ലയില്ലേ, ശർക്കര, അത് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി അരിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അരിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിച്ച് ഈ ഓരോ ചെറുപയറിലും നമ്മുടെ വെള്ളം, അതായത് മധുരം പിടിച്ച് കിട്ടണം കേട്ടോ, അതുവരെ തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്, ഇനി കുറച്ചൊന്ന് കുറുകിയും കൂടിയും വരും കേട്ടോ ആ ഒരു ടൈമിൽ തിളപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളച്ച് ഒന്നങ്ങ് കുറുകി സെറ്റാകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ RKGയോ മിൽമ നെയ്യോ അങ്ങനത്തെ ഏതെങ്കിലും നല്ല മണവും രുചിയൊക്കെ ഉള്ളത് നോക്കിയിട്ട് തന്നെ ചേർക്കണം. എന്നിട്ട് ആ ഒരു നെയ്യും കൂടി തിളച്ച് ഈ ഒരു ചെറുപയറിൽ നെയ്യിൻ്റെയും കൂടി ആ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് കേട്ടോ ചെറുപയർ പോലും ഈ പായസത്തിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര രുചിയാണ് കേട്ടോ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ചേർക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്നുകൂടി തിളച്ച് കുറച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെറുപയർ തന്നെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, ആ ഒരു ശർക്കരയൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവും. ഇത്രയായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് കുത്തിയിട്ട് ഒരു 3-4 ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് നമുക്കൊരു 1/4 ടീസ്പൂൺ എന്താ പറയുക, ചുക്ക് പൊടിയില്ലേ, നമ്മുടെ ഉണങ്ങിയ ഇഞ്ചി പൗഡർ, അതും കൂടി വേണം കേട്ടോ, ചുക്ക് പൊടിയും കൂടി. എന്നിട്ട് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു ചുക്ക് പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ചെറുപയർ പായസം എന്ന് പറഞ്ഞ ഒരു പ്രഥമൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ വരും. അതുപോലെ തന്നെ ആ ഒരു മടുപ്പ് തോന്നുന്ന ആ ഒരു ഫ്ലേവറും കാര്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിങ്ങനെ ചേർക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ചേർക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ട് എടുക്കണ്ട, ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് 250 ml ഉണ്ടെങ്കിൽ അര ലിറ്റർ പാലുണ്ടാവും, 2 കപ്പ് ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് പായസത്തിന് വേണോ അത്രയും വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരുപാട് അങ്ങനെ കുറുക്കിയെടുക്കൊന്നും വേണ്ട, കാരണം കുറച്ചൊന്ന് സെറ്റാകുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായി വന്നോളും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെത് ഇപ്പോൾ കറക്റ്റാണ്, ശർക്കര ഉപ്പും മധുരവും ഒക്കെ കണക്കാം. പിന്നെ പായസത്തിൽ നമ്മൾ ഒരു പിഞ്ച് പൊതുവേ ഉപ്പിടുമല്ലോ, ആ ഒരു കുളിപ്പ് ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൽ ഞാൻ ഇടുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓൾറെഡി നമ്മൾ ചെറുപയറിൽ ഇട്ടത് കൊണ്ട് വേറെ സെപ്പറേറ്റ് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെത് ഇപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് തിളപ്പിച്ച് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം തിക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിക്നെസ്സിൽ തന്നെ ഓഫാക്കി വേണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പായസം ഈ ഒരു ചൂടോടെ കുടിക്കില്ലല്ലോ, കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ല. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കാവും കേട്ടോ എന്തായാലും. അതുകൊണ്ട് ഈ ഒരു ലൂസിൽ തന്നെ ഓഫാക്കാം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാച്ചിപ്പരണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരല്പം നെയ്യ് ചേർക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് കുറച്ച് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തില്ലേ, തേങ്ങ ചെറുതായിട്ട് നുറുക്കി കട്ട് ചെയ്ത് ആ തേങ്ങാക്കൊത്ത് എത്രത്തോളം നിങ്ങൾക്ക് വേണം അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക, ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടുന്നവരെ. അപ്പോൾ ചെറിയ രീതിക്ക് കളറങ്ങ് മാറി വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് തന്നെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക പായസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പായസമൊക്കെ റെഡിയായി. ഇനി ഒന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പായസം സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചെറുപയറും പാലൊക്കെ വേറെ ഒന്നും നിൽക്കുന്നില്ലല്ലോ, ഒരേ ഫ്ലോയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പായസം എന്ന് പറയുമ്പോൾ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു രീതിക്ക് ഓഫാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുള്ളൂ. ആ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന സമയത്ത് ഒറ്റ ഫ്ലോയിൽ പോകണമല്ലോ, അതാണ് കറക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ട്രൈ ആക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.